ചെയ്യുന്ന ജോലിക്ക് മാന്യമായ വേതനം ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ 256 ദിവസമായി ആശമാർ തലസ്ഥാനത്ത് സമരം നടത്തി വരുന്നത്. 256ാമത്തെ ദിവസം, അതായത് ബുധനാഴ്ച, സമാനതകളില്ലാത്ത പോരാട്ട വീര്യമായിരുന്നു ആശമാരിൽ കണ്ടത്. 6 മണിക്കൂറോളം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള റോഡ് ഉപരോധിച്ച ആശമാരുടെ പോരാട്ട വീര്യം ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തണം. ലാത്തിചാർജിനെയും ജലപീരങ്കിയെയും നേരിട്ട് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളികളുമായി അവർ ആ തെരുവിൽ നിരന്നത് ഒരു ജോലിയും ചെയ്യാതെ മാസപ്പടി വാങ്ങാനല്ല, മറിച്ച് മഴയും വെയിലും വകവയ്ക്കാതെ വീട് വീടാന്തരം കയറി നടക്കുന്ന ജോലിക്ക് മാന്യമായ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ പരിതസ്ഥിതി ഇതാണ്. ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്യുന്ന ആശമാർക്ക് ലഭിക്കുന്നത് ലാത്തിയടിയും മർദ്ദനങ്ങളും മാത്രമാണ്. കഴിഞ്ഞ 8 മാസമായി നടക്കുന്ന സമരം ഒത്തുതീർക്കാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാത്തതിന്റെ സങ്കടവും നിരാശയുമെല്ലാം നിഴലിക്കുന്നതായിരുന്നു ഇന്നലത്തെ ആശാസമരം. രാഷ്ട്രപതി കേരളത്തിൽ വന്ന ദിവസം തന്നെ അവർ നടത്തിയ പോരാട്ടം സമാനതകളില്ലാത്തതാണ്. തുടർച്ചയായി 6 മണിക്കൂറോളം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്കുള്ള ദേവസ്വം ബോർഡ് ജംഗ്ഷൻ റോഡ് ഉപരോധിക്കുമ്പോൾ തിമിർത്തു പെയ്ത മഴയോ പിന്നാലെ വന്ന ചുട്ടുപൊള്ളിക്കുന്ന ഉച്ചവെയിലോ അവരെ തളർത്തിയില്ല. രാവും പകലും സമരം ചെയ്ത് സമരജ്വാലയിൽ സ്ഫുടം ചെയ്തെടുത്ത അവരുടെ മനസ്സിലെ സമരാഗ്നിയെ കെടുത്തിക്കളയാൻ പര്യാപ്തമായിരുന്നില്ല പോലീസിന്റെ ജലപീരങ്കി. ആ മനസ്സിന്റെ ഉറപ്പിനെ തച്ചുടയ്ക്കാൻ പോലീസിന്റെ ലാത്തിക്ക് അത്രമാത്രം ബലമൊന്നും ഉണ്ടായിരുന്നില്ല. സമരക്കാർക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റി ആളെ കൊല്ലാൻ പോലും തയ്യാറായ പോലീസിന്റെ ക്രൂരതയിൽ നിന്ന് സമരക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അവകാശ സമരങ്ങളെ ഈ സർക്കാർ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നതിന് ഈ ഒറ്റ ഉദാഹരണം മാത്രം മതി. സ്വന്തം അവകാശങ്ങൾക്കായി സമരം ചെയ്യുന്ന ആശമാരെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടത് സർക്കാർ ശത്രുക്കളെ പോലെയാണ് നോക്കിക്കാണുന്നത്. കുറ്റവാളികളോടെന്ന പോലെ, രാജ്യദ്രോഹികളോടെന്ന പോലെ ശത്രുതാപരമായ മനസ്സുമായാണ് സർക്കാർ ഈ സമരങ്ങളെ കാണുന്നത്. സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ രാവും പകലുമില്ലാതെ സമരം ചെയ്യുന്ന ആശമാർ ആരുടെയെങ്കിലും വസ്തുക്കൾ പിടിച്ചു പറിച്ചവരല്ല, കൊള്ളയടിച്ചവരല്ല. എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന ആശാവേതനം ജീവിക്കാൻ പര്യാപ്തമല്ലാത്തതിനാൽ മാന്യമായ വേതനത്തിനും ജീവിത സാഹചര്യങ്ങൾക്കുമായി സമരത്തിന് ഇറങ്ങിയവരാണ്. അവരെയാണ് അതിക്രൂരമായ രീതിയിൽ ലാത്തിചാർജ് ചെയ്തും ജലപീരങ്കി പ്രയോഗിച്ചും അടിച്ചമർത്താൻ പിണറായി വിജയന്റെ പോലീസ് ശ്രമിച്ചത്. സമരക്കാർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരപ്പന്തൽ സന്ദർശിച്ചത് ആശാസമരത്തോട് കോൺഗ്രസിന്റെ സമീപനത്തിന് ഉദാഹരണമാണ്. തുടക്കം മുതൽ ആശാസമരത്തോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ് തങ്ങളുടെ നയസമീപനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്ന് സതീശന്റെ പ്രസ്താവന തെളിയിക്കുന്നുണ്ട്. പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. ആശമാരെ സർക്കാർ ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. സമര നേതാക്കളെയും അനുഭാവം പ്രകടിപ്പിച്ചെത്തിയ UDF സെക്രട്ടറി CP ജോണിനെയും അറസ്റ്റ് ചെയ്തത് നീതീകരിക്കാനാകില്ല. ന്യായമായ ആവശ്യത്തിനാണ് സമരം. പിടിവാശി വെടിഞ്ഞ് ചർച്ച നടത്താൻ മുഖ്യമന്ത്രിയും സർക്കാരും തയ്യാറാകണമെന്ന വാക്കുകളിലൂടെ ആശാസമരം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആയുധമായി ഉയർത്തുമെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനം കൂടിയാണ്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച സമരം വൈകുന്നേരം 6 മണിക്കാണ് അവസാനിക്കുന്നത്. PMG ജംഗ്ഷനിൽ മാർച്ചിന്റെ ഉദ്ഘാടനം നടത്തുന്നതിനാൽ ക്ലിഫ് ഹൗസിന് മുൻപിലെ സമരം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ. രാഷ്ട്രപതി തലസ്ഥാനത്തുള്ളതിനാൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തി. എന്നാൽ പോലീസിന്റെ കണക്കുകൂട്ടലിനും അപ്പുറത്തായിരുന്നു ആശമാരുടെ പോരാട്ടം. വന്നയുടൻ ഏതാനും ആശാവർക്കർമാർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം മുഴക്കി. 2 മണിക്കൂറോളം അവർ അവിടെ നിലയുറപ്പിച്ചു. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ആ പോരാട്ടത്തെ തളർത്താനായില്ല. ഇതോടെ പോലീസിന് ആശയക്കുഴപ്പമായി. കൂടുതൽ വനിതാ പോലീസിനെ എത്തിച്ച് സമരക്കാരെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെ ഏതാനും പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തെത്തി. ഉച്ചയ്ക്ക് ശേഷവും സമരം തുടർന്നതോടെ വീണ്ടും ജലപീരങ്കി പ്രയോഗം. ഇതിലും തളരാതെ പലരും ബാരിക്കേഡ് മറികടന്ന് ക്ലിഫ് ഹൗസ് ലക്ഷ്യമാക്കി ഓടി. എന്നാൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസിനും ആശങ്കയുണ്ടായിരുന്നു. രാഷ്ട്രപതിയുടെ സന്ദർശനമുള്ളതിനാൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മിക്കവർക്കും ഇതിന്റെ ചുമതല ഉണ്ടായിരുന്നതും പോലീസ് നടപടികളിൽ പ്രതിഫലിച്ചു. ഇതിനിടെ സമരക്കാരുടെ മൈക്കും സ്പീക്കറും പോലീസ് പിടിച്ചെടുത്തതും സംഘർഷാവസ്ഥയുണ്ടാക്കി. മൈക്കും സ്പീക്കറുമായി പോകാൻ ശ്രമിച്ച ജീപ്പ് മുന്നോട്ടു പോകാൻ അനുവദിക്കാതെ അരമണിക്കൂറോളം മഴ വകവയ്ക്കാതെ ആശമാർ റോഡിൽ കിടന്നു. സ്ഥിതി വഷളാകുന്നത് കണ്ട് കൂടുതൽ വനിതാ പോലീസ് എത്തി ബലം പ്രയോഗിച്ച് ഇവരെ മാറ്റുകയായിരുന്നു. രാഷ്ട്രപതി ശബരിമല ദർശനം കഴിഞ്ഞ് രാജ്ഭവനിൽ മടങ്ങിയെത്തുന്ന സമയം ആകാറായതിനാൽ
സമരം വേഗം അവസാനിപ്പിക്കേണ്ടത് പോലീസിന്റെ കൂടി ആവശ്യമായി മാറി. തുടർന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഇടപെട്ട് സമരം അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കാമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചതിനെ തുടർന്നാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. ഒരിക്കലെങ്കിലും മനുഷ്യത്വപരമായി അനുഭാവപൂർണമായി ഒന്ന് പരിഗണിച്ചിരുന്നുവെങ്കിൽ എന്നോ അവസാനിക്കുമായിരുന്ന ഒരു സമരം സർക്കാരിന്റെ കടുംപിടുത്തം ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നത്.